ഹല്ലേലൂയ. എല്ലാ ദൈവമക്കൾക്കും വന്ദനം അറിയിക്കുന്നു. ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ അന്ത്യം നന്നായിരിക്കട്ടെ. യോബ് 29 അധ്യായം 18 വാക്യത്തിൽ വായിക്കുന്നത്, എൻ്റെ വീട്ടിൽ വെച്ച് ഞാൻ മരിക്കും, ഞാൻ കൂട്ടിൽ കിടന്ന് മരിക്കട്ടെ. യോബിൻ്റെ ആഗ്രഹമാണ്. നമ്മൾ ഉൽപ്പത്തി 19:1 18:1 വായിക്കുമ്പം രണ്ട് വൈരുദ്ധ്യമായ കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഉൽപ്പത്തി 18:1 അബ്രഹാം രാവിലെ കൂടാരവാതിൽക്കലിരിക്കുന്നു, ദൈവം അവനെ സന്ദർശിക്കാൻ വരുന്നു. ഉൽപ്പത്തി 19:1 സോദോം പട്ടണത്തിൻ്റെ വാതിൽക്കൽ ലോത്ത് ഇരിക്കുമ്പോൾ വൈകുന്നേരത്ത് രണ്ട് ദൂതന്മാർ സന്ദർശിക്കാൻ വരുന്നു. നമ്മളിവിടെ കാണുകയാണ്. ഇവിടെ ലോത്തിനെ സന്ദർശിക്കാൻ രണ്ട് ദൂതന്മാരാണ് വരുന്നത്. പൂർണ്ണമാക്കപ്പെട്ട വിശുദ്ധന്മാർ മരിക്കുമ്പം ദൂതന്മാർ മാത്രമല്ല, ദൈവം തന്നെ അവനെ നിത്യഭവനത്തിലേക്ക് എതിരേൽക്കുവാൻ വരും. അബ്രഹാമിനെ കാണുവാൻ ദൈവം വരുമെന്ന് വായിക്കുന്നു. അബ്രഹാമിൻ്റെ കാര്യത്തിലെ പോലെ തന്നെ അല്ല, ഇവിടെ ഈ വെയിൽ ഉറച്ചപ്പോൾ എന്ന് പറയുന്നതിന് പകരം വൈകുന്നേരം എന്നാണ് 19:1 നമ്മൾ വായിക്കുന്നത്. ഇതിൻ്റെ ആത്മീയ അർത്ഥം കർത്താവിന് വേണ്ടിയുള്ളതായ തീക്ഷ്ണതയെല്ലാം തണുത്തു പോയിരിക്കുന്ന അവസ്ഥയിൽ ലോത്ത് എത്തിയിരിക്കുന്നു. നീതിസൂര്യനും മറഞ്ഞ് എങ്ങും ഇരുൾ വ്യാപരിച്ചിരിക്കുന്നു. അനേകരും തണുത്ത വിശ്വാസികളും ഇപ്പോഴത്തെ തങ്ങളുടെ ആത്മീയ നിലവാരത്തിൻ്റെ ശോചനീയമായ അവസ്ഥയെക്കുറിച്ച് ബോധവാന്മാരാകുന്നതിന് പകരം ഒരു കാലത്ത് ദൈവത്തിനുണ്ടായിരുന്ന, അതായത് അവരുടെ പഴയകാല തീക്ഷ്ണതയും അവർ നേടിയ ആത്മാക്കളെയും സഹിച്ച കഷ്ടങ്ങളെയും പ്രാർത്ഥനയിൽ പോരാടിയിരുന്ന വിധത്തെക്കുറിച്ച് പ്രശംസിക്കുന്നതിൽ ഒഴുകിയിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതിനെക്കുറിച്ചൊക്കെയുള്ള അവാർഡ് വാങ്ങിക്കാൻ ഒഴുകിയിരിക്കുന്നത് കാണാൻ സാധിക്കും. ലോത്ത് സോദോം പട്ടണത്തിൻ്റെ വാതിൽക്കലിരിക്കുകയാണ്. യഥാർത്ഥ വിശുദ്ധനായിരുന്ന അബ്രഹാം എന്നോടുകൂടെ ലോത്ത് യാത്ര ചെയ്തപ്പോൾ വിശ്വാസ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ലോത്ത്. അന്ന് ലോകത്തിന് ദർശനവും വെളിപ്പാടും ഉണ്ടായിരുന്നു. ഇന്നത് നഷ്ടമാക്കി പട്ടണവാതിൽക്കലിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഒരു ന്യായാധിപൻ്റെ സ്ഥാനം താൻ വഹിച്ച് അത് ചെയ്യുന്നത് കാണിക്കുകയാണ്. ലോത്ത് കൂടാരത്തിൽ വസിക്കുന്നതിന് പകരം സോദോമിൻ്റെ വാതിൽക്കലിരുന്ന് തൻ്റെ ഇളയപ്പനായി അബ്രഹാമിനേക്കാൾ ഉയർന്ന പദവിയാണെന്ന് താൻ വിചാരിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ സമയം വൈകിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നാം ഇപ്പോൾ എവിടെയായിരിക്കുന്നു എന്ന് ദൈവശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ടോ? നമുക്ക് ചിന്തിക്കാം. ഈ വചനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ.